നമ്മളെ ഇന്നർ വേൾഡ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശരിയാക്കിയെടുക്കേണ്ടത് നമ്മളെ മൈൻഡ് സെറ്റാണ്. നമ്മളെ ഡ്രീമുകൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ എന്ത് വേണം? അലൈൻമെൻറ്റ് ഉണ്ടാവണം. അത് അലൈൻമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ കുറേ ടെക്നിക്കുകളുണ്ട്. അയാളോട് ചോദിച്ചു, പത്രക്കാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എവറസ്റ്റ് ഇത്രയും വലിയൊരു ഇത് കീഴടക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ആക്ച്വലി എവറസ്റ്റ് അല്ല കീഴടക്കിയത്, ഞങ്ങളെ മനസ്സിനെയാണ് കീഴടക്കിയത്. Green Lives Coaching and Training Solution. വാട്ട് ഈസ് പേഴ്സണൽ മാസ്റ്ററി? ഇപ്പോൾ പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്നർ വേൾഡ് അല്ലേ, നമ്മൾ ഇന്നർ ഓക്കെ ആവുക, അകം നന്നാവുക എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ എംപയർ എന്ത് ചെയ്യുക? ശരിയാക്കിയെടുക്കുക എന്ന് പറയും. അപ്പോൾ 4 ഇൻറ്റീരിയർ എംപയേഴ്സാണ് ഉള്ളത്. 4 ഇന്നർ. നമ്മളെ പേഴ്സണൽ മാസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ പേഴ്സണൽ മാസ്റ്ററി എന്നുള്ളത് നമ്മൾ 4 ആണെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ 25% എന്താണ്? ആറ്റിറ്റ്യൂഡ് മീൻസ് ബോഡി പിന്നെ വരുന്നതാണ്. നിങ്ങൾ ബോഡി ആയതുകൊണ്ട് സ്പിരിച്വൽ ഒന്നാണ്. സ്പിരിച്വൽ 25%, മൈൻഡ് 25%, ഹാർട്ട് 25%, സോൾ 25% അല്ലേ? അപ്പോൾ ആദ്യം എന്താണ്? 25% എന്താണ്? ആക്ച്വലി ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളെ മൈൻഡാണ് നിങ്ങളെ ഇന്നർ വേൾഡിൽ. 25% നിങ്ങളെ മനസ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇന്നർ വേൾഡ് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ശരിയാക്കിയെടുക്കേണ്ടത് നമ്മളെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മുമ്പത്തെ സെഷനിൽ നമ്മൾ ലൈഫ് എഞ്ചിനീയറിംഗിൽ ഷുക്കൂർക്ക് ഒരു സെഷൻ ചെയ്തു അല്ലേ? അതെല്ലാം മൈൻഡ് റിലേറ്റഡ് ആണ്. അപ്പോൾ മൈൻഡ് നമ്മൾ എത്ര പോസിറ്റീവ് ആയി കഴിഞ്ഞാലും നമുക്ക് മാക്സിമം എത്താൻ പറ്റുന്നത് 25% ആണ്. പേഴ്സണൽ മാസ്റ്ററി ഇക്വേഷൻസിൻ്റെ 25% മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? മൈൻഡ് നമ്മൾ എത്ര സൂപ്പർബ് ആക്കിയാലും നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ മൈൻഡ് ഈസ് 25%. ദ റിമൈനിങ് 25% ഈസ് ആക്ച്വലി യുവർ ഹാർട്ട് സെറ്റ്. ദാറ്റ് ഈസ് യുവർ ഇമോഷണാലിറ്റി. നമ്മളെ ഇമോഷണാലിറ്റിയാണ്, നമ്മളെ ഹാർട്ട് സെറ്റാണ് അടുത്ത 25% വരുന്നത്. മൂന്നാമത് വരുന്നതാണ് നമ്മളുടെ ഫിസിക്കാലിറ്റി. ഫിസിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ ബോഡിയാണ്. ദാറ്റ് ഈസ് ദ അനദർ 25%. ആൻഡ് ദ ലാസ്റ്റ് 25% ഈസ് ആക്ച്വലി സ്പിരിച്വാലിറ്റി. ദാറ്റ് ഈസ് യുവർ സോൾ സെറ്റ്. സോ മൈൻഡ് സെറ്റ്, ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ് ആൻഡ് സോൾ സെറ്റ്. ഇത് 4 കൂടിയതാണ് ആക്ച്വലി ഇൻറ്റീരിയർ എംപയർ എന്ന് പറഞ്ഞാൽ. അതിൽ ഇന്ന് ഞാൻ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചത് മൈൻഡ് സെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യം ശരിയാവേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡ് ശരിയാവണം അല്ലേ? നമ്മൾ ലോകം കീഴടക്കിയ എന്ന് പറഞ്ഞാൽ ഹിമാലയം കീഴടക്കിയത് ആരാണ്? ഹു കോൺകേർഡ് ഹിമാലയ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ ആളാരാണ്? ആളുടെ പേരെന്താ? ഹിലാരി അല്ലേ? എഡ്മണ്ട് ഹിലാരി എന്ന് പറഞ്ഞ ഫുൾ പേര് ഹിലാരി. അയാൾ പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ള, അയാളോട് ചോദിച്ചു, പത്രക്കാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എവറസ്റ്റ് ഇത്രയും വലിയൊരു ഇത് കീഴടക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ആക്ച്വലി എവറസ്റ്റ് അല്ല കീഴടക്കിയത്, ഞങ്ങളെ മനസ്സിനെയാണ് കീഴടക്കിയത്. മനസ്സ് കീഴടക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഏത് എവറസ്റ്റും കീഴടക്കാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് ദ എവറസ്റ്റ് വി കോൺകേർഡ്, ഇറ്റ് ഈസ് അവർ മൈൻഡ് വി കോൺകേർഡ്. അപ്പോൾ നമുക്ക് ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കീഴടക്കേണ്ടത് എന്താണ്? നമ്മളുടെ മൈൻഡാണ്. മൈൻഡിനെ കീഴടക്കിയാലാണ്. അപ്പോൾ ലോകം കീഴടക്കിയ ആൾക്കാരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ഒബ്സർവ് all the game changers, all the elite performers, all the peak performers all over the world, you can see one thing in common. അവരുടെ മനസ്സിനെയാണ് ആദ്യം കീഴടക്കിയത്. അപ്പോൾ മനസ്സ് കീഴടക്കിയാൽ മാത്രമേ എന്താ പറ്റുള്ളൂ? നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കീഴടക്കാൻ പറ്റുള്ളൂ. കാരണം മനസ്സാണ് ബേസ്. അപ്പോൾ മൈൻഡാണ് 25%. അപ്പോൾ മൈൻഡ് കീഴടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആദ്യം നമ്മളുടെ ചിന്തകളിൽ നമ്മൾ ഇപ്പോൾ ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കേണ്ട പുസ്തകമാണ്. ദ സീക്രട്ട് എന്ന് പറഞ്ഞ മനോഹരമായ ബുക്കുണ്ട്. റോണ്ട ബർ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ലേഡി എഴുതിയതാണ്. അതിൽ പറയുന്നുണ്ട്, വാട്ട് എവർ ദ ഹ്യൂമൻ ബീങ്സ് ഹാവ് ബീൻ ഇൻവെൻറ്റഡ് സോ ഫാർ ഇറ്റ് വാസ് എ തോട്ട്. ഇന്നേ വരെ മനുഷ്യൻ കണ്ടെത്തിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും, ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പല ആളുകളും നടത്തിയിട്ടുണ്ട്, പക്ഷെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ആദ്യം ഉണ്ടാവുന്നത് ഇവിടുന്നാണ്, മൈൻഡിൽ നിന്നാണ് അല്ലേ? തോട്ട്സ് ബിക്കം തിങ്സ് എന്നാണ് സീക്രട്ട് എന്നുള്ള ബുക്കിൻ്റെ സമ്മറി. ആ സീക്രട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ബുക്ക് വായിക്കുകയാണെങ്കിൽ കിട്ടുന്ന സമ്മറി എന്താണ്? തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളാണ് വസ്തുക്കളായി മാറുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് മനസ്സിൽ നമ്മൾ ചിലപ്പോൾ പറയുന്നത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും,
ചില ആൾക്കാർ പറയും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, ചിലപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, NLPയിലൊക്കെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അറിയാം മനസ്സ് രണ്ടെണ്ണം ഉണ്ട്, കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ് 90% കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് എന്താണ് ഈസിയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോ പൈലറ്റാണ് അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ കോൺഷ്യസ് മൈൻഡാണ് വണ്ടി ഓട്ടുന്നത്. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മഞ്ചേരിക്ക് വണ്ടി ഓട്ടുമ്പോൾ നിങ്ങളെ കോൺഷ്യസ് മൈൻഡാണോ സബ് കോൺഷ്യസ് മൈൻഡാണോ വണ്ടി ഓട്ടിയത്? സബ് കോൺഷ്യസ് മൈൻഡാണ് വണ്ടി ഓട്ടിയത്. ഇപ്പോൾ കോട്ടക്കൽ നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ എത്ര ടൈം ക്ലച്ച് മാറ്റി, എത്ര ടൈം ഗിയർ മാറ്റി, ആക്സിലേറ്റർ മാറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആലോചിക്കില്ല. കാരണം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മളെ സബ് കോൺഷ്യസ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ അലൈൻമെൻ്റ് ആയാലേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ ആരാ വിജയിക്കുക? സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ഭാഗത്തു കൂടെ പോവുകയാണ്, കോൺഷ്യസ് മൈൻഡ് വേറെ ഭാഗത്തു കൂടി പോവുകയാണ്. ആരാ വിജയിക്കുക? ഏത് മൈൻഡാണ് വിജയിക്കുക? കോൺഷ്യസ് മൈൻഡ് അല്ല വിജയിക്കുക, സബ് കോൺഷ്യസ് മൈൻഡാണ് വിജയിക്കുക. കാരണം കോൺഷ്യസ് മൈൻഡിന് ആകെ 10% റോളുള്ളൂ. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ബർഗ് പോലെ അതിൻ്റെ ടോപ്പിലുള്ള 10% മാത്രമാണ് എന്ത് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡാണ് ഉള്ളോട്ട് പോയിട്ടുള്ളത്. 90% കിടക്കുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രീമുകൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ എന്ത് വേണം? അലൈൻമെൻറ്റ് ഉണ്ടാവണം. അത് അലൈൻമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ കുറേ ടെക്നിക്കുകളുണ്ട്. അതിലൊരു ടെക്നിക്കാണ് എന്ത് നമ്മൾ പല ടെക്നിക്കുകളുണ്ട്. ഇത് അലൈൻമെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, മാനിഫെസ്റ്റ് ചെയ്യൂല. മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്ത് വേണം? അലൈൻമെൻറ്റ് ഉണ്ടാവണം. Green Lives Coaching and Training Solution.